പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയുടെ ബലിയർപ്പിക്കുക. നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊടിയാകും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശപ്പോഴും നയിക്കുകയും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ദുരിതന്റെ സുപൂജ്യമായ നാമത്തിന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനം കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവ്വേശ്വരായ എന്നേക്കും. കർത്താവ് അങ്ങേ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങേ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? പരിശുദ്ധമായ ചിന്തകളോടെ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് അങ്ങേ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങേ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? കരകൂടാതെ ജീവിക്കുന്നവനും നീതി പ്രവർത്തിക്കുന്നവനും ഹൃദയത്തിൽ സത്യമുള്ളവനും നാവുകൊണ്ട് വഞ്ചിക്കാത്തവനും കൂട്ടുകാരനോട് തിന്മ ചെയ്യാത്തവനും അയൽക്കാരനെതിരായി കൈക്കൂലി വാങ്ങാത്തവനും കോപിപ്പിക്കുന്നവനെ അവഗണിക്കുന്നവനും കർത്താവിനെ ഭയപ്പെടുന്നവരെ മാനിക്കുന്നവനും സത്യപ്രതിജ്ഞ ലംഘിക്കാത്തവനും പണം പലിശയ്ക്ക് കൊടുക്കാത്തവനും നിർദോഷിക്കെതിരെ കൈക്കൂലി വാങ്ങാത്തവനും ഇങ്ങനെ ജീവിക്കുന്നവൻ നീതിമാനാകുന്നു, അവനൊരിക്കലും വിളങ്ങുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതും എന്നാൽ കൃത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവ്വേശ്വരായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നു. ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്യം പരിപാലിക്കുന്നവനുമാകും. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവ്വേശ്വരായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംബുദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഹനും ബലവാനമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും
ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. എന്റെ സഹോദരരെ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, പിതാവിനെ നിങ്ങൾ അറിയുന്നു. പിതാക്കന്മാരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിയുന്നു. യുവാക്കന്മാരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, നിങ്ങൾ ശക്തന്മാരാണ്. ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു. ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലോകത്തിന്റെ പ്രകാശം സകലത്തിന്റെ ജീവനുമായ മിശിഹ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്ത കാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 10, 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. മാതാപിതാക്കൾ യേശു തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവന്റെ അരികിലേക്ക് കൊണ്ടുവന്നു. നമ്മുടെ മാതാപിതാക്കൾക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ സ്വപ്നം അതാണ്, യേശു തൊടുക. യേശു തൊടണമെങ്കിൽ 3 കാര്യങ്ങൾ ഉണ്ടാകണം. ഒന്ന്, അപ്പനും അമ്മയ്ക്കും വിശ്വാസം ഉണ്ടാകും. രണ്ടാമതായിട്ട് അപ്പനമ്മയ്ക്കും ആഗ്രഹം ഉണ്ടാകും, യേശു തൊടണം. അപ്പന്റെ അമ്മയുടെ ആഗ്രഹം മറ്റു പലരും തൊടണം എന്നാണെങ്കിൽ എന്താ ചെയ്യാം? മൂന്നാമതായിട്ട് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാനുള്ള മനസ്സുണ്ടാകും. ഇത് 3 ഉണ്ടായാലാണ് യേശു തൊടുള്ളൂ. 3 ഇല്ലാതെ വരുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞ ബോധ്യപ്പെടുത്തുക മാത്രം പറ്റുള്ളൂ. അത് നടക്കില്ല. എത്രയോ മക്കളാണ് യേശു തൊടാതെ പോകുന്നത്. എൻ്റെ മക്കളെ യേശു തൊട്ടിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ കാരണം എൻ്റെ യേശു എൻ്റെ മക്കളെ തൊടാതെ പോയിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്യും. അവൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവന്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു. ശിഷ്യരാകട്ടെ അവരെ ശകാരിച്ചു. ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു, ശിശുക്കൾ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്നാൽ ദൈവരാജ്യം അവരെ പോലുള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നെന്ന് അപേക്ഷിക്കാം. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷൻ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. സ്നേഹനാഥനായ ഈശോയെ, എല്ലാ കുഞ്ഞുമക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ സമയം ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവവിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതിനും അങ്ങയുടെ സന്നിധിയിലേക്ക് ആനയിക്കുന്നതിനും എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ എൻ്റെ മകൻ എഞ്ചിനീയർ ആകണം, ഡോക്ടർ ആകണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. ഒരാഗ്രഹവും നമുക്ക് വേണ്ടേ? ദൈവം എൻ്റെ മക്കളെന്ന് തൊട്ടെങ്കിൽ
ആഗ്രഹത്തോടുകൂടി ഒന്ന് പ്രാർത്ഥിച്ച് ദൈവം തൊട്ടാൽ പോരെ, ബാക്കി അനുഗ്രഹമായിട്ട് മാറില്ല. ദൈവം തൊട്ടതൊക്കെ അഭിഷേകമായിട്ട് മാറിയില്ല. ഈ അപ്പം വിശുദ്ധ കുർബാനയായി മാറിയത് ദൈവം തൊട്ടപ്പോഴല്ലേ. നമ്മൾ അതാണ് പ്രാർത്ഥിക്കേണ്ടത് മാതാപിതാക്കളെ, അല്ലാതെ അത് കിട്ടണം ഇത് കിട്ടണം എന്നല്ല. ബാക്കിയൊക്കെ കർത്താവ് തരും. അതിനുവേണ്ടി നിമിഷം പ്രാർത്ഥിക്കാം. അങ്ങയുടെ അജഗണമായ ജനം മുഴുവന്റെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളുടെയും മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സകലനാഥനായ കൃപാസന നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. നാദാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. നാദാ നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ. സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ വേദനകളെയും നിയോഗങ്ങളെയും നമ്മുടെ മക്കളെയും ദൈവത്തിന്റെ അരികിൽ കൊണ്ടുവരാൻ നമ്മൾ മടി കാണിക്കാതിരിക്കുക. ദൈവസന്നിധിയിലാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് എല്ലാവരെയും. നാഥ അനുഗ്രഹിക്കണേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവിനെ അമരതനെയും പിതാവിന്റെയും സ്മരണായി ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തെ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവേ. സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പ്രതിയാകുക നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ട നിറവേറ്റാൻ അങ്ങയെ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ ശരീരരക്തങ്ങളാകുന്ന രഹസ്യങ്ങളുടെ സൂക്ഷകരാകുക എളിയവരും പാപികളും ആരുടെ ഞങ്ങൾ അങ്ങേ കാരുണ്യാതിരകതാൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ധനം തികഞ്ഞ സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ സിദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനം ഹൃദയത്തെയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. സഹോദരനെ വിശുകാരുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും ഉന്നതാവത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപുറത്തുനിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തി ചിറകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥ വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ സ്രോതലേക്ക് ഉയരട്ടെ. ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലനാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോടുകൂടെ. ഇരുകരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന നമുക്ക് എല്ലാവർക്കും ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അസൂയയിലും ദുഷ്ടതയിലും വഞ്ചനയിലും
വിദ്വേഷത്തില് അഹങ്കാരത്തില് പിടിവാസികളിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരും സ്നേഹവും ഐക്യവും ഞങ്ങൾ വാക്കണമേ. വിശുദ്ധ സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പരിശുദ്ധരും രൂപികളുമായ കൃപന്മാരുടെയും ശ്രാഫന്മാരുടെയും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്നിടാതെ ശ്രദ്ധിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, അവിടുത്തെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓശാന, ദാവീദിന്റെ പുത്രൻ ഓശാന. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗ്ഗങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമായ സർവ്വ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കരങ്ങൾക്കൊപ്പം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തിരുക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. പ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. ഞാൻ ഈ ചെയ്തങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോ എന്റെ ഓർമ്മയ്ക്ക് ചെയ്യുവേൻ. ഇത്ര ചെറുതാകാൻ എത്ര വളരണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമാ ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവേശനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവുമായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ പിതാവുമായ മാറാഫേൽ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി നിരപദേശായ പൊലീതായ്ക്ക് വേണ്ടി നിരപദേശായ മർമൂളയും കൊണ്ടുകാട് മെത്രാന് വേണ്ടി വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടി പുരോഹിതന്മാർ ഭരണകർത്താക്കൾ പലധികാരികൾ എന്നിവർക്ക് വേണ്ടി എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്തരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ പിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടി അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടി ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്ന എല്ലാവർക്കും, ആരോരും പ്രാർത്ഥിക്കാത്ത വ്യക്തികൾ, തിരുവോരങ്ങളെ ജയിലിൽ കഴിയുന്നവർ, ഇടവക കുടുംബം, നാനാജാതി മതസർമ്മങ്ങളില്ലാത്ത ദമ്പതികൾ, വിവാഹം നടക്കാതെ വേദനിക്കുന്നവർ, കുടുംബ പ്രശ്നങ്ങൾ നീറുന്ന വേദനകളിലൂടെ കടന്നു പോകുന്നവർ, നിങ്ങളുടെ മക്കളെ ബലിവേദിയിൽ സമർപ്പിക്കുന്നു.
അവരെ തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയും ശീലങ്ങൾ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും തെറ്റായ പ്രണയബന്ധങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും തിരിച്ചുവരവിന് വേണ്ടിയും വിശ്വാസത്തിൽ അകന്നു പോയിരിക്കുന്ന എല്ലാ മക്കളും കുടുംബ പ്രാർത്ഥനകൾ വിശുദ്ധ കുർബാനകളില്ലാത്ത എല്ലാ മക്കൾക്ക് വേണ്ടിയും വിലുവേദിയിൽ ഓർക്കണം പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്ന എല്ലാ മക്കളുടെ കണ്ണുനീരുകൾക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി അയോഗ്യനായ എനിക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയെ നയിക്കണേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ എന്നെല്ലാവരും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മക്കളിലേക്ക് എഴുന്നള്ളി വരണമേ എന്നെല്ലാവരും പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവശ്യത്തിനെ അനുസരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെയും മോചനത്തിനും മരിച്ചവരുടെ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സുഖരാതിരുന്നവുമായ ജീവിതത്തിനും കാരണമാകട്ടെ. ഓ പാവനാത്മാവേ, പറന്നിറങ്ങേണമേ. നിൻ വിശുദ്ധി എന്റെ ഹൃദയത്തിൽ ഇന്നു നീ നിറയ്ക്കണമേ. സജീവവും പരിശുദ്ധവും ജീവിതായ ഞങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബത്തോടും പ്രാർത്ഥനാ നിയമങ്ങളോടും കരുണ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. വിവരങ്ങൾ തുറന്നു പിടിക്കാം, ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു. ഞങ്ങളെ യോഗ്യരാകുന്നു. എങ്കിലും സുദൃഢവും പരിശുദ്ധവും എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വമിശിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതി. നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ സഹോദരൻ നിറങ്ങിയത് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിതഭാമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നും ഭൂവിലിറങ്ങിയ സ്വർഗീയ ഭോജ്യമേ, നിത്യമാം ജീവൻ ഞങ്ങൾക്കു നൽകും ജീവന്റെ ആഹാരമേ, ജീവന്റെ ആഹാരമേ. ആരാധനാ സ്തുതി സ്തോത്രം, ആരാധനാ സ്തുതി സ്തോത്രം, ആരാധനാ സ്തുതി സ്തോത്രം. ദിവ്യാനത്തിലേക്ക് നോക്കാം. ദൈവത്തിന്റെ അടുത്ത് കൊണ്ടുവരാൻ ഭയപ്പെടാതിരിക്കുക, തടസ്സമില്ലാതിരിക്കുക. നമ്മുടെ മക്കളൊക്കെ ഈ നിമിഷം കൊണ്ടുവരാൻ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. വേദന വരുമ്പോൾ, മക്കൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴല്ല ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വലിച്ചു കൊണ്ടുവരണത്. അല്ലെങ്കിൽ ട്യൂഷനാണ്, തിരക്കാണ്, ഉറങ്ങണം, ടെൻഷനുകളാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ മാറ്റി നിർത്തുകയാണ്. ദൈവസന്നിധിയിലാണ് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം. ദൈവമേ, ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലുള്ള മക്കളെയൊക്കെ തൊടണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കുക. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. വിശ്വാസത്തിൽ അകന്നിരിക്കുന്ന മാതാപിതാക്കള്, കുടുംബ പ്രാർത്ഥനകളില്ലാത്ത കുടുംബങ്ങള് ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ കുടുംബങ്ങളിലൊക്കെ ദൈവം മക്കളെ തൊടാതെ പോവുകയാണ്. ദൈവമേ,
ആ കുടുംബങ്ങളിലെ ദൈവം കടന്നു ചെല്ലണമേ നിമിഷം പ്രാർത്ഥിക്കുക. ശീലങ്ങൾ ലോകത്ത് ജീവിക്കുന്നവര്, ദൈവമേ തെറ്റായ വഴികളിലൂടെ കടന്നു പോകുന്നവർ, ഈ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ലോകമ്പാടുമുള്ള മക്കളെ, മടിയും അലസതയും മൂലം അകന്നിരിക്കുന്നവര്, രോഗികളായിട്ടുള്ള വ്യക്തികളെ, ഈ സ്ഥാപനത്തിലെ കുഞ്ഞുമക്കളെ, സിസ്റ്റേഴ്സ്, ദൈവമേ ഈ നിമിഷം പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന എല്ലാവരെയും, ഞങ്ങളുടെ പാപത്തിന്റെ കറകളെ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നിമിഷം അവിടെ പ്രാർത്ഥിക്കട്ടെ. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് യേശുനാഥനെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന സർവ്വതിലേക്ക് നികരങ്ങളും എത്തിപ്പിടിച്ച് വിശ്വാസപരമരെല്ലാം. സ്വർഗസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. വിശുദ്ധരുടെ ഓർമ്മ ദിവസമായി ഇന്ന് സകലത്തിന്റെ നാഥനായ ദൈവത്തിന്റെ അമൂല്യമായ ശരീരവും സജീവവും ജീവദായകവുമായ രക്തവും സ്വീകരിക്കാം. മിശിഹായുടെ ശരീരവും രക്തവും കടന്നവൃത്തിയും ജീവനും കാരണമാകും. ഇപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താസ്തർവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ള യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയെ സമർപ്പിക്കാം. അവർണ്ണനീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ധനത്തെ കുറിച്ച് അങ്ങയുടെ മഹനീയ ദൃഢത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കിയ അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മളുടെ പാപങ്ങളെ കരാമാച്ചുകളെയും ചെയ്ത് നമ്മുടെ കർത്താവ് സുഖയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചിൽ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചെറിയട്ടെ. അവിടുത്തെ കാരുണ്യ അനുഗ്രഹം നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലന വലം കൈ നിങ്ങളെ സംരക്ഷിക്കട്ടെ. ഇന്നേ ദിവസത്തെ പ്രാർത്ഥനാ ഉദ്യമം കർത്താവ് അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ, ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്തുതി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്തുതി. നിന്നിൽ ഞാൻ തീർച്ചയായും കടങ്ങളുടെയും വൃത്തിക്കും പാപങ്ങളുടെയും മോചനത്തിനും കാരണമാകട്ടെ. ഇനി ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.